ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭകാലത്തെ ഓരോ മാസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 8-ാം മാസത്തിലെ കാര്യമാണെന്ന് പറയുന്നത്. 8-ാം മാസത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം ഗർഭകാലത്ത് നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കുഴപ്പവും കൂടാതെ, കോംപ്ലിക്കേഷൻസ് ഒന്നും കൂടാതെ അമ്മയ്ക്കും കുഞ്ഞും ആരോഗ്യമായിട്ട് തന്നെ ഡെലിവറി നടക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ പ്രീമച്വർ ഡെലിവറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതിൽ ഒരു 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മിസ്സാവാതെ മുഴുവനായിട്ട് കേൾക്കുക, എങ്കിലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വയറിന് നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുന്ന തരത്തിലുള്ള ജോലികളൊക്കെ 8-ാം മാസം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് നല്ല വെയിറ്റുള്ള സാധനം എടുത്ത് പൊക്കുവോ അല്ലെങ്കിൽ വലിച്ച് നീക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യുന്നത്, കുമ്പിട്ട് നിന്നിട്ടുള്ള ജോലികൾ അതും അവോയ്ഡ് ചെയ്യുക. കാരണം കുറേ നേരം കുനിഞ്ഞ് നിൽക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഭാരം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടും കൂടുതലായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിന് നല്ല പ്രഷർ അനുഭവപ്പെടുകയും അതുപോലെ പെയിൻ വരികയും ഒക്കെ ചെയ്യും. ചിലപ്പോൾ ആ പെയിൻ കൺവേർട്ടായി ലേബർ പെയിൻ ആവാനും നേരത്തെ ഡെലിവറി നടക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ പ്രീമച്വർ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെ നിങ്ങളുടെ ആരോഗ്യനില നല്ല രീതിയിലാവണമെങ്കിൽ കുറേ നാൾ പിടിക്കും. കുഞ്ഞിനാണെങ്കിലും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും പ്രീമച്വർ ഡെലിവറി നടന്നു കഴിഞ്ഞാലും. അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൂരയാത്രകൾ. അതൊക്കെ കഴിവതും നേരത്തെ തന്നെ ചെയ്യുക. ഈ ഒരു ടൈം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ദൂരയാത്രകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ദൂരയാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂസ് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ധാരാളം നേരെ ഇരിക്കുമ്പോഴത്തേക്കും നടുവേദന, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതുകൊണ്ട് ലോങ് ആയിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ കുരുക്കം ഒക്കെ വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് എക്സസൈസ്. ഇപ്പം ഡെലിവറി എടുക്കും തോറും നമ്മൾ ഡെലിവറി ഈസി ആക്കാനായിട്ട് പലതരത്തിലുള്ള എക്സസൈസൊക്കെ ചെയ്യുമായിരിക്കും. പെട്ടെന്നുള്ള എക്സസൈസ് മുമ്പേ മുതൽ എക്സസൈസ് ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ തന്നെയും ഓവറായിട്ടുള്ള സ്ട്രെയിനുള്ള എക്സസൈസുകളൊന്നും ചെയ്യാതിരിക്കുക. അപ്പം പെട്ടെന്ന് കാലുവേദനയോ അല്ലെങ്കിൽ പല മസിൽസൊക്കെ നമുക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കോച്ചിപ്പിടുത്തം കാലിനൊക്കെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈറ്റായിട്ടുള്ള ചെറിയ ഏതെങ്കിലും ഒരു നേരം എക്സസൈസ് ചെയ്യുക ആവശ്യമായിട്ടുള്ളത്. കൂടുതലായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും വേദന വന്നാലോ പെയിൻ കില്ലർ കഴിക്കാൻ അങ്ങനെയൊന്നും നമുക്ക് ആ ടൈമിൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നടക്കാം, അരമണിക്കൂറോ ഒക്കെ നടക്കാം. അത് നല്ലതാണ്, അതെപ്പോഴും നല്ലതാണ്. നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീരം കൂടുതൽ ആക്റ്റീവ് ആവുകയും കുഞ്ഞും ആക്റ്റീവ് ആവും, നിങ്ങൾക്കൊരു എനർജി കിട്ടും. ഒരു നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഗർഭിണിയുടെ ഉറങ്ങുമ്പോഴുള്ള കിടത്തം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് വേറൊരു കാര്യം. അതായത് നിങ്ങൾ കിടക്കുമ്പം ഫസ്റ്റ് ട്രൈമസ്റ്റർ നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കിടക്കാം. പക്ഷേ സെക്കൻഡും തേർഡൊക്കെ ആകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ നിങ്ങൾ ഒട്ടും നിവർന്ന് കിടക്കുകയോ കമിഴ്ന്ന് കിടക്കുകയോ ചെയ്യരുത്. കൂടുതൽ സമയം ഇടതുവശം ചേർന്ന് തന്നെ കിടക്കാം. എങ്കിലേ കുഞ്ഞിലേക്കുള്ള നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുള്ളൂ, കുഞ്ഞിൻ്റെ ഓക്സിജനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുള്ളൂ, ന്യൂട്രിയൻസും ഒക്കെ. അപ്പം നിങ്ങൾ മലർന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇടതുവശം ചേർന്ന് കിടക്കുക. ഇച്ചിരി നേരത്തേക്കൊക്കെ വലതുവശം തിരിഞ്ഞാലും കുഴപ്പമില്ല. മലർന്ന് കിടക്കുന്നതും കമിഴ്ന്ന് കിടക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഉച്ചത്തിൽ ഉള്ള ശബ്ദം കേൾക്കുന്ന സ്ഥലത്തൊന്നും പോകാതിരിക്കുക. അത് നിങ്ങളുടെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ്. വളരെ ഉറക്കെ ശബ്ദം കേൾക്കുന്ന ഏരിയയിലോട്ട് പോകാൻ പാടില്ല. കാരണം ഈ ഫാക്ടറി വലിയ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ, അപ്പോൾ അത് കുഞ്ഞിൻ്റെ ചെവി ഇതിൽ കേൾവി ശക്തിയൊക്കെ തകരാറാക്കാൻ കാരണമാകും. അങ്ങനെയുള്ള ഭയങ്കര സൗണ്ടുള്ള സ്ഥലത്തൊക്കെ പോയി നിൽക്കുമോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അടുത്തത്, നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമോ ഇരിക്കുമോ അല്ലെങ്കിൽ കിടക്കുകയോ ഒന്നും ചെയ്യരുത്. വളരെ വയറിന് സപ്പോർട്ട് കൊടുത്ത് വേണം ഇരിക്കാനും എഴുന്നേൽക്കാനും. കിടക്കുമ്പോഴും എല്ലാം നിങ്ങൾ വയറ് സപ്പോർട്ട് ചെയ്ത് സാവധാനമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നുള്ള അങ്ങനെയുള്ള ഇരുത്തവും എണീക്കലും ഒക്കെ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ 8-ാം മാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക.
അതുപോലെ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ അതുപോലെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഈ 8ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലർക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുക. എന്നാലേ നിങ്ങളുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഒക്കെ നല്ല ലെവലിൽ നിൽക്കുകയുള്ളൂ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ ഓരോരോ കോംപ്ലിക്കേഷൻസിനൊക്കെ കാരണമാകും. അപ്പം എല്ലാ രീതിയിലും ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുത്താലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ, നിങ്ങൾക്കും കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.